ثم إذا كشف الله عنكم إذا فريق منكم بربهم يشركون. നിങ്ങളുടെ വിളി കേട്ടുകൊണ്ട് പടച്ച തമ്പുരാൻ അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു അങ്ങെടുത്തു കളയും. എടുത്തു കളയുമ്പോൾ ഇദാ ഫരീഖുൻ മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ. നിങ്ങളിൽ ഒരു ഗ്രൂപ്പുകാർ അല്ലാഹുവിനെതിരായി വീണ്ടും പ്രവർത്തിക്കുന്നവരായി മാറും. ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ അള്ളാഹ് വിളിക്കും കൈയും കാലും പിടിച്ച്. അള്ളാഹ് അതങ്ങോട്ട് മാറ്റിക്കൊടുക്കുമ്പോ പിന്നെയും സ്വഭാവം മാറി, പിന്നെയും നേർച്ചയും നിലവിളക്കും ഒക്കെ അള്ളാഹ്ക്കല്ല വേറെ എങ്ങോട്ടോ നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. ബുദ്ധിമുട്ട് മാറി കിട്ടിയല്ലോ. അത്യാഹിതം വരുമ്പോ അത്യാഹിതം വരുമ്പോ കാഷ്വാലിറ്റി അവിടുത്തെ മെയിൻ ഭാഗം നോക്കിയാൽ മതി. ബാക്കി ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉള്ള ദേവീദേവന്മാരെയും അതുപോലുള്ള ജാറങ്ങളും ഒക്കെയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞോളാം. ബുദ്ധിമുട്ട് വരുന്നു, ആക്സിഡന്റിൽ കിടന്ന് ചാവാറായി, ഇനി ഇവരെയൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, നേരെ വിളിക്കുന്നത് അള്ളാഹുവാണ്. ആ സമയത്തെങ്കിലും നിന്റെ ആ ഒരു തൗബ മനസ്സിലാക്കി അള്ളാഹ് കാണും പുറത്ത് വന്ന് അൽഹംദുലില്ലാ ആഫിയത്തോടു കൂടി ICU എന്നൊക്കെ വെളിയിൽ വന്ന് ഉഷാറായെങ്കിൽ ആദ്യം വണ്ടിയെടുത്ത് പുറപ്പെടുന്നത് വേറെ എങ്ങോട്ടോ ആയിരിക്കും. ഇപ്പൊ ദുനിയാവിൽ വെച്ച് ഒരുപാട് പേര് വരെ ഇങ്ങോട്ട് കുടിക്കോ, ഇതാണ് ശരി, ഇവിടെ അനുസരിച്ചാൽ രക്ഷപ്പെട്ട്, ഇവിടെ അനുസരിച്ചാൽ സ്വർഗമായി, അവരായി മറ്റവരായി, ഇല്ല എങ്കിൽ എല്ലാം പോയി. ഇവരൊക്കെ അവസാനം വാക്കുമാറും. കേൾക്കണോ നിങ്ങൾക്ക്? ഈ പറയുന്ന ഗ്രൂപ്പുകാരെല്ലാം വാക്കുമാറും. ഈ അംഗത്വമായവനും വാക്കുമാറും. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം കുഴപ്പമില്ല, പഠിച്ചവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ടിപ്പോ അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള കപ്പാസിറ്റിയും കഴിവൊന്നും നമുക്കില്ല, അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മാത്രമാണ്. നമ്മളെല്ലാം അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൽ പോയി തുറന്നത് പോലെയായിരിക്കും, പെട്ടെന്ന് അടിച്ച് വീശായി പോകും. അതുകൊണ്ട് നമുക്ക് ആ വഴി വേണ്ട. ക്രിസ്ത്യാനികള്, ജൂതന്മാര് യേശുക്രിസ്തുവിനെ ദൈവമാക്കി അംഗീകരിച്ച് അവർ നേരെ അള്ളാഹുലേക്ക് പോയതുപോലെ നമുക്ക് പോകാം എന്ന് നിങ്ങൾ കരുതിപ്പോയാൽ നഊദു ബില്ലാഹ് അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് കരുതി ആരെങ്കിലും അങ്ങനെ ആരാധിച്ചു പോയാൽ വല്ലാഹി സത്യം, മരിക്കാറാവുമ്പോൾ അവൻ തന്നെ അവന്റെ സ്വന്തത്തോട് പറയും ഞാൻ ചെയ്തത് അക്രമമായി പോയി. എപ്പോൾ പറയും? മലക്കൾ അവന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ. ഇപ്പൊ 100 തെളിവുകൾ കൊണ്ടുവരാൻ ആൾക്കാർ കാണും, 100 പേര് സപ്പോർട്ട് ചെയ്യാനും കാണും, എല്ലാം കാണും. പക്ഷെ മരിക്കാറായി കിടക്കുമ്പോൾ കിതാബെടുത്തവനെയും കാണാനില്ല, തെളിവെടുത്തവനെയും കാണാനില്ല, മൈക്ക് കെട്ടിയവനെയും കാണാനില്ല, വാദപ്രതിവാദത്തിന് വന്നവനെ കാണാനില്ല. ഇവനും മലക്കളും മാത്രം. قد خلت من قبلكم من الجن والإنس في النار. മുൻഗാമികൾ തുടക്കം കുറിച്ചിട്ട് പോയ ആശാമാരുണ്ടല്ലോ, മുൻഗാമികൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അള്ളാഹുമായിട്ടൊന്നും ബന്ധപ്പെടേണ്ട കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നോളൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒന്ന് മാറ്റി അള്ളാഹുലേക്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ അയ്യോ മുൻഗാമികൾ ചെയ്തത് ഇങ്ങനെയാണ്, നമ്മുടെ മഹാന്മാർ ചെയ്തത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട മഹാന്മാരെ അനാവശ്യമായിട്ടൊക്കെ പറയും. പക്ഷെ അവരിലും ഒരുപാട് പേര് മഹാന്മാരെന്ന പേരിൽ ജീവിച്ചവർ കാണും. പക്ഷെ അവർ അള്ളാഹുമായി ബന്ധമില്ലാത്തവരാണ്, കേവലം പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചവരായിരിക്കാം. അള്ളാഹു പറയുകയാണ്, ഇവനെയൊക്കെ നരകത്തിൽ തള്ളുമ്പോൾ ഇവന്റെ പിൻഗാമിയായി, അനുയായികളായി, ഗ്രൂപ്പിന്റെ സംഘാടകരായി ജീവിച്ച് വളർന്ന ഇവന്റെ റൂഹ് പിടിച്ചിട്ടും ഇവരുടെ കൂട്ടത്തിൽ ഇവനെ വലിച്ചു നരകത്തിലേക്ക് എറിയുമ്പോൾ അബൂജഹൽ തന്റെ സൈന്യവുമായി നേരെ പടയെടുത്തു കൊണ്ടുപോയി കാബയുടെ വാതിൽ തുറന്ന് കാബയ്ക്കകത്ത് കയറി കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. എങ്ങനെ വിളിച്ചേ? അല്ലാഹുമ്മ. നമ്മൾ വിളിക്കുന്നത് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ, അല്ലാഹുമ്മ ജഅൽനാ ബിൽ ഈമാനി കാമിലീൻ. എന്താ വിളിച്ചത് അബൂജഹൽ? അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീടിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ. അല്ലാഹു അക്ബർ. അബൂജഹൽ വിളിച്ചത് ആരെയാ? പിന്നെന്താ നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയാത്തത്? അബൂജഹൽ വിളിച്ചത് അള്ളാഹുവിനെയാണ്. ഹദീസാണല്ലോ ഇത്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ആയത്ത് വേറെ വരുന്നുണ്ട്. വിളിച്ചതിന്റെ ഗുണം മനസ്സിലായത് എപ്പോഴാണെന്നുള്ളത് അത് ആയത്ത് വേറെ വരുന്നുണ്ട്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഇവിടെ ഒരു ഇച്ചിരി കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. ഉസ്താദിനെ നിങ്ങൾ അറുത്ത് മുറിച്ചാലും ശരി, പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഈ ലോകത്തേക്ക് വന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല. റസൂലുള്ള വന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല. നമ്മൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് റസൂലുള്ള വന്നതെന്ന്. ഒരിക്കലുമല്ല. അബൂജഹൽ വിളിച്ചതും അള്ളാഹുവിനെ, ബദറിലിരുന്ന റസൂലുള്ള വിളിച്ചതും അള്ളാഹുവിനെ. എവിടെയാണ് പെശക് പറ്റിയത്? ക്രിസ്ത്യാനികൾ വിളിക്കുന്നതും ദൈവത്തെ, ഹിന്ദുക്കൾ വിളിക്കുന്നതും ദൈവത്തെ, മുസ്ലിങ്ങൾ വിളിക്കുന്നതും അള്ളാഹുവിനെ. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല, നമ്മൾ ഹിന്ദുക്കളുമല്ല, നമ്മൾ അബൂജഹലിന്റെ പാർട്ടിക്കാരുമല്ല. പിന്നെ നമ്മൾ മുസ്ലിങ്ങൾ അബൂജഹൽ എന്ന് കേൾക്കുമ്പോൾ അനത്ത് പറയും, നമ്മുടെ സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ തർളിയത്തിയല്ലോ. എവിടെയാണ് പിഴച്ചു പോയത്? എവിടെയാ പിഴച്ചത്? ഈ വിനീതനോട് നിങ്ങൾക്ക് വിരോധമുണ്ടാകരുത്. വിരോധമുണ്ടായാൽ ഖുർആനിനോടാണ്. ഖുർആനിനോട് വിരോധമുണ്ടായാൽ നഊദുബില്ല, അല്ലാഹ് കാക്കട്ടെ, ഈമാനിൽ നിന്ന് പുറത്താണ്. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ഖുർആന്റെ ആയത്താണ് സൂറത്തുൽ നഹ്ൽ. സംശയം ഉണ്ടെങ്കിൽ ആയത്തെടുത്ത് വെച്ച് നിങ്ങൾ തർജ്ജമ നോക്കിക്കോളും സുഹൃത്തുക്കളെ. ഈ വിനീതനോട് നിങ്ങൾക്ക് വിരോധമുണ്ടാകരുത്. വിരോധമുണ്ടായാൽ ഖുർആനിനോടാണ്. ഖുർആനിനോട് വിരോധമുണ്ടായാൽ നഊദുബില്ല, അല്ലാഹ് കാക്കട്ടെ, ഈമാനിൽ നിന്ന് പുറത്താണ്. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ഖുർആന്റെ ആയത്താണ് സൂറത്തുൽ നഹ്ൽ. സംശയം ഉണ്ടെങ്കിൽ ആയത്തെടുത്ത് വെച്ച് നിങ്ങൾ തർജ്ജമ നോക്കിക്കോളും സുഹൃത്തുക്കളെ.